കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. സപ്തമസ്കന്ധം പഞ്ചമാധ്യായം സുകന്യാചരിതം അവലോകനം ചെയ്തു കൊണ്ടുവരുന്നു. പരീക്ഷണത്തിൽ ജയിച്ച സുകന്യയോട് ദേവവൈദ്യന്മാരാണ് തങ്ങളെന്നും ഇച്ഛിച്ച വരം ഞങ്ങളിൽ നിന്നും വരിച്ചോളൂ എന്നും അശ്വിനി ദേവന്മാർ പറഞ്ഞപ്പോഴേ സന്തോഷവതിയായിട്ടുള്ള സുകന്യ തൻ്റെ ഭർത്താവിൻ്റെ സന്മുഖം ചെന്ന് നടന്ന കാര്യങ്ങളെ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാണ് നിർത്തിയത്. സുകന്യ ഭർത്താവായ ച്യവനഋഷിയോട് പറഞ്ഞ ഭാഗമാണ് തുടർന്നു കൊണ്ടുപോകുന്നത്. സുകന്യ ഉവാച സ്വാമിൻ സൂര്യസുതൗ ദേവൗ സംപ്രാപ്തൗ ച്യവനാശ്രമേ ദൃഷ്ടൗ മയാ ദിവ്യദേഹൗ നാസത്യൗ ഭൃഗുനന്ദന. ഹേ സ്വാമി, സൂര്യപുത്രന്മാരായിട്ടുള്ള 2 ദേവന്മാർ നമ്മളുടെ ആശ്രമത്തിൽ എത്തിയിട്ടുണ്ട്. ദിവ്യ ശരീരമാർന്ന ആ അശ്വിനി ദേവന്മാരെ ഞാൻ കണ്ടു. എന്നെ കണ്ട ഇരുവരും കാമപീഡിതരായി തീർന്നു. അവർ എന്നോട് പറയണു, നിൻ്റെ ഭർത്താവിനെ ഞങ്ങൾ യൗവനയുക്തനാക്കാം, ദിവ്യ ശരീരത്തോടു കൂടിയവനും കാഴ്ചയുള്ളവനും ആക്കി തീർക്കാം. എന്നാൽ അതൊരു പ്രതിജ്ഞയോടുകൂടിയാണ്. അത് ഞാൻ അങ്ങയോട് പറയാം, കേൾക്കൂ. നിൻ്റെ ഭർത്താവിനെ ഞങ്ങൾ യൗവനനും രൂപത്തിന് ഞങ്ങൾക്ക് തുല്യനുമാക്കി തീർക്കും. അതിനുശേഷം ഞങ്ങൾ 3 പേരിൽ ഒരാളെ നീ ഭർത്താവായിട്ട് വരിക്കണം. ആ അത്ഭുത വാർത്ത അങ്ങയോട് പറയാനാണ് ഞാൻ വന്നത്. ഈ വിഷമഘട്ടത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അങ്ങ് പറഞ്ഞു തരിക. അത് മനസ്സിലാക്കാൻ വിഷമമുള്ള ദേവ മായയാണോ അതോ അവരുടെ കാപട്യമാണോ എന്നൊന്നും സാധാരണ ബുദ്ധി അനുസരിച്ച് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല. അങ്ങ് സർവജ്ഞനാണല്ലോ. അങ്ങ് ആലോചിച്ച് ഈ സമയം ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്ത് വരമാണ് ചോദിക്കേണ്ടത് എന്നുള്ളത് കൽപ്പിച്ചാലും അതുപോലെ ഞാൻ ചെയ്യാം എന്നൊക്കെ തൻ്റെ ഭർത്താവും കൂടിയായിട്ടുള്ള മഹാജ്ഞാനിയായിട്ടുള്ള ച്യവനഋഷിയോട് സുകന്യ പറഞ്ഞു. കേട്ട ച്യവനൻ പറയണു, സുഹൃതേ, ഞാൻ പറഞ്ഞതായി അശ്വിനി ദേവന്മാരോട് ചെന്ന് പറയൂ. എന്നിട്ട് ദേവവൈദ്യന്മാരായ അവരെ എൻ്റെ അടുക്കിലേക്ക് കൂട്ടിക്കൊണ്ടുവരൂ. അവർ പറഞ്ഞതുപോലെ ചെയ്തുകൊള്ളൂ. അതിനെപ്പറ്റി കൂടുതലൊന്നും ആലോചിക്കേണ്ട എന്ന മറുപടിയാണ് കൊടുത്തത്. അങ്ങനെ ഭർത്താവായിട്ടുള്ള ച്യവനൻ സമ്മതിച്ച് അനുസരിച്ചിട്ട് സുകന്യ അവരുടെ അടുത്ത് ചെന്നു. അശ്വിനി ദേവന്മാരെ ശപഥം എന്തോ അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കാം. സുകന്യ പറഞ്ഞത് കേട്ട അശ്വിനി ദേവന്മാർ ച്യവനാശ്രമത്തിൽ ച്യവനൻ്റെ സന്മുഖം എത്തി. അവർ സുകന്യയോട് പറഞ്ഞു, നിൻ്റെ ഭർത്താവ് രൂപ സൗഭാഗ്യം ലഭിക്കാൻ വേണ്ടി മുന്നിലുള്ള ഈ തടാകത്തിൽ ഇറങ്ങി മുങ്ങണം. അത് കേട്ട ച്യവനൻ വേഗം വെള്ളത്തിലിറങ്ങി മുങ്ങി. പിന്നാലെ അശ്വിനി ദേവന്മാരും ആ സരസിൽ ഇറങ്ങി കുളിച്ചു. അതിനുശേഷം 3 സരസിൽ നിന്ന് കയറി വന്നു എന്നാണ് പറയണത്. ചില ആചാര്യന്മാരിവിടെ പറയണത്, ഇദ്ദേഹത്തിന് കാഴ്ചയില്ലല്ലോ, അപ്പോൾ ഇദ്ദേഹത്തിനെ 2 കൈയും പിടിച്ച് അശ്വിനി ദേവന്മാർ സരസിൽ കൊണ്ടുപോയിട്ട് മുങ്ങാൻ സഹായിച്ചു. അങ്ങനെ 3 പേരും കൂടി മുങ്ങി എന്നും പറയുന്നുണ്ട്. എന്തായാലും ഇവിടെ 3 പേരും മുങ്ങി എന്നുള്ളത് പറയുന്നുണ്ട്. കുളി കഴിഞ്ഞ് കയറി വന്നപ്പോൾ 3 ദിവ്യദേഹമുള്ളവരും യവനോക്തരും തിരിച്ചറിയാൻ പറ്റാത്ത വിധം തുല്യരൂപത്തോടു കൂടിയവരും
ഒരേ മാതിരി വസ്ത്രം, ഒരേ മാതിരി ആഭരണങ്ങൾ, ഒരേ മാതിരി കണ്ടാൽ മുഖം, ശരീരം എന്ന് വേണ്ട എല്ലാം നമ്മൾ പറയില്ലേ, ഡിറ്റോ, ഫോട്ടോ കോപ്പി എടുത്ത മാതിരി എന്നൊക്കെ പറയില്ലേ, എന്ന മാതിരി 3 പേരും ഒരേ മാതിരിയുള്ളവരായി തീർന്നു എന്ന് പറയുകയാണ്. അവരെല്ലാവരും ഒരുമിച്ച് പറഞ്ഞു, 3 പേരും കൂടിയിട്ട്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഇഷ്ടപ്പെടുന്ന ഒരാളെ നീ ഭർത്താവായിട്ട് വരിച്ചോളൂ എന്ന് പറയുകയാണ്. നിനക്കാരിലാണോ അധികം പ്രീതി അവരെ നിനക്ക് ഭർത്താവായിട്ട് സ്വീകരിക്കാമെന്ന് പറയുകയാണ്. ഇപ്പോൾ സുകന്യ ധർമ്മസങ്കടത്തിലായി. 3 പേരും ഒരേ മാതിരി രൂപം ഉള്ളവരായി. ഒരേ സ്വരമാണ് എല്ലാവർക്കും, ഒരേ വേഷമാണ്. 3 പേരും കണ്ടാൽ തിരിച്ചറിയാൻ പരസ്പരം സാധിക്കാത്തവരായി. ഇപ്പോഴേ സംശയമായി. ഇതിൽ 2 പേരെ രവിപുത്രന്മാരായ അശ്വിനി ദേവന്മാരും ഒരാൾ താൻ വിവാഹം കഴിച്ച തൻ്റെ പതിയായ ച്യവനനുമാണ്. പക്ഷേ ഈ 3 പേരിൽ ച്യവനൻ ആരാണ്, അശ്വിനി ദേവന്മാരാരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയണില്ല. തൻ്റെ ഭർത്താവ് ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ ധർമ്മസങ്കടത്തിലായി. സുകന്യ, എന്താപ്പം ഞാൻ ചെയ്യുക? 3 പേരും ഒരേ മാതിരി ഇരിക്കുന്നുണ്ടല്ലോ, ആരെയാ ഞാൻ ചെന്ന് വരിക്കുക? 3 പേരും ഇപ്പോൾ ദേവതുല്യരായിട്ടാണ് കാണപ്പെടുന്നത്. ഇതിൽ തൻ്റെ ശരിയായിട്ടുള്ള പതി ആരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണില്ല. അത് ഇവരുടെ മായാജാലം കൊണ്ട് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ് ഇപ്പം 3 പേരും ഒരേ മാതിരി ഇരിക്കുന്നത്. എന്താ ഇപ്പം ഞാൻ ചെയ്യുക? പതിവ്രത ധർമ്മം അനുഷ്ഠിക്കുന്ന ഞാൻ എൻ്റെ ഭർത്താവിനെ ഒഴികെ ഒരു പ്രകാരത്തിലും മറ്റാരെയും വരിക്കുകയില്ല. എന്നെല്ലാം ചിന്തിച്ച സുകന്യ ഇവിടെ പറയണു, ഇതി സഞ്ചിന്യ മനസാ പരാം വിശ്വേശ്വരീം ശിവാം. ഈ ധർമ്മസങ്കടത്തിൽ നിന്ന് തന്നെ ഇതാ രക്ഷിക്കണേ എന്ന് പറഞ്ഞ വിശ്വേശ്വരിയും മംഗളസ്വരൂപിണിയുമായിട്ടുള്ള ജഗദംബികയെ, ആ ഭഗവതിയെ സുകന്യ സ്മരിച്ചു, സ്തുതിച്ചു എന്നാണ് പറയണത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള കുറേ ശ്ലോകങ്ങളിൽ കൂടി സുകന്യ ദേവിയെ സ്തുതിച്ച സ്തുതികളെയാണ് വ്യാസൻ പറയുന്നത്. ശരണം ത്വാം ജഗന്മാത പ്രാപ്താസ്മി വൃഷദുഃഖിത രക്ഷേമേ അദ്യ സതീധർമ്മം നമാമി ചരണൗ തവ നമഃ പദ്മോദ്ഭവേ ദേവി നമഃ ശങ്കരവല്ലഭേ വിഷ്ണുപ്രിയേ നമോ ലക്ഷ്മീ വേദമാതാ സരസ്വതി ഇദം ജഗത്വയാ സൃഷ്ടം സർവം സ്ഥാവരജംഗമം പാസി ത്വാമിദമവ്യഗ്ര അധാസ്തസി ലോകശാന്തയെ മുതലായിട്ടുള്ള കുറേ ശ്ലോകങ്ങൾ ദേവിയുടെ ഗുണഗണങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ട് സുകന്യ നിറഞ്ഞ ഭക്തിയോടുകൂടി കൈകളെ കൂപ്പിക്കൊണ്ട് ജഗദീശ്വരിയായിട്ടുള്ള എല്ലാവരുടെയും ദുഃഖങ്ങളെ തീർക്കുന്നതായിട്ടുള്ള ജഗദംബയായിട്ടുള്ള ശ്രീ ശങ്കരവല്ലഭെ, ശങ്കരൻ്റെ പത്നിയായിരിക്കുന്ന ആ ദേവിയെ നമസ്കരിച്ചുകൊണ്ട് വിഷ്ണുപ്രിയായിട്ടുള്ള ലക്ഷ്മിയും വേദമാതാവായ സരസ്വതിയും മഹാദേവൻ്റെ പത്നിയായ ദുർഗയും എല്ലാം അവിടുന്ന് തന്നെയല്ലേ? ഈ ജഗത്തിനെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് അവിടുന്ന് തന്നെയല്ലേ എന്നെല്ലാം പുകഴ്ത്തിക്കൊണ്ട് ഇതാ എന്നെ ഈ ധർമ്മസങ്കടത്തിൽ നിന്നും രക്ഷിക്കണം, പതിവ്രതം അനുഷ്ഠിക്കുന്ന എന്നെ ഈ സങ്കടത്തിൽ നിന്നും മോചിപ്പിക്കണം. ഈ 3 പേരിൽ ആരാണ് യഥാർത്ഥമായിട്ടുള്ള എൻ്റെ പതി എന്നുള്ളതിനെ എനിക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ദേവിയെ സ്തുതിക്കണു. ദേവിയുടെ അനുഗ്രഹം നമുക്ക് നാളെ അവലോകനം ചെയ്യാം. ഇന്ന് സമയമായതുകൊണ്ട് ഇവിടെ തന്നെ നിർത്തുന്നു. എല്ലാവർക്കും
ശുഭദിനം നേർന്നുകൊണ്ട് ദേവീ ശരണം അമ്മേ.